നിൽക്കുന്ന മായത്തറ സുനിലിന്റെ കൃഷിത്തോട്ടത്തിലാണ്. അതായത് വെണ്ട കൃഷിയും പാവൽ കൃഷിയും പടവളവും പൂക്കൃഷിയും സകല കൃഷിയിലും 100% വിളവ് കൈവരിച്ച ശ്രീ സുനിലിനെ ഒന്ന് പരിചയം. ഹലോ സുനിലെ, ഇപ്പൊ എന്തൊക്കെ കൃഷിയാണ് ഇവിടെ ചെയ്തിട്ടുള്ള? അപ്പൊ ആ കൃഷികളൊക്കെ ഒന്ന് നമ്മുടെ കർഷകർക്ക് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കാമോ? അത് പ്രധാനമായിട്ടും ഈ സമയത്ത് തണ്ണിമത്തൻ കൃഷിയാണ്. കാരണം വന്നുകൊണ്ടിരിക്കുന്ന വലിയ ചൂടാണ്. ആ ചൂടിനെ പ്രതിരോധിക്കാൻ തണ്ണിമത്തന് വലിയൊരു സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ തണ്ണിമത്തൻ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1.5 ഏക്കർ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി. ഇപ്പം കഴിഞ്ഞ 1 മാസം തൊട്ട് നമ്മൾ വിളവെടുപ്പ്, ജനുവരി തുടങ്ങിയ വിളവെടുപ്പ് ഫെബ്രുവരി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തണ്ണിമത്തൻ കൃഷി നമ്മുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫെർട്ടിഗേഷൻ അടിവളം എല്ലാം കൊടുത്ത് റെഡിയാക്കിയതിനു ശേഷം ഇപ്പൊ ഏത് വെറൈറ്റി ആണ് നമ്മളിപ്പോ ഇവിടെ കാണാം. ഇത് കണ്ട ഓരോന്നെടുക്ക് കിരണ എന്ന് പറഞ്ഞ ഇനത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇനമാണ്. മുക്കാസോ അതാണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. അതുകൂടാണ്ട് നമ്മള് മറ്റ് ഷുഗർ ക്രീം ചെയ്തിട്ടുണ്ട്, യെല്ലോ ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 തണ്ണിമത്തനാണ് ചെയ്തിരിക്കുന്നത്. ചെന്നില്ലേ, ഈ തണ്ണിമത്തൻ വിളഞ്ഞോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാമെന്നാണ് പല കർഷകരും ചില സംശയങ്ങളാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് വിളഞ്ഞെന്ന് അറിയുന്നത്? ഒന്ന് തൈ നട്ട് കഴിഞ്ഞാൽ നമുക്ക് 70 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 80 ദിവസം കഴിയുമ്പോൾ ഓരോ വെറൈറ്റി അതിനനുസരിച്ചാണ്. അപ്പോൾ വെറൈറ്റി അനുസരിച്ചുള്ള ദിവസം അനുസരിച്ചുമ്പോൾ തൈയുടെ ആദ്യത്തെ കായ 30 ആകും. അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ 3 ഐറ്റം തണ്ണിമത്തനെ കിടക്കുന്നത്. ഈ കാണുന്നത് റെഡാണ്, ഈ കാണുന്നത് അകത്ത് മഞ്ഞയാണ്, ഈ കാണുന്നത് പുതിയ ഇനമാണ്, അകത്ത് ഓറഞ്ചാണ്. അത് ഏത് വെറൈറ്റിയാണ്? അതിന്റെ പേരെന്തോ? ഇത് നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് തന്നെയാണ്. ഓറഞ്ചാണ്. എടുക്കുന്നത് ഇത് ഓറഞ്ചിനാണ്. അപ്പൊ ഇത് വേറെ ഒന്നും ആരും കണ്ടിട്ടില്ല, പുതിയ ഇനം ഇറങ്ങിയത് ഓറഞ്ച്. അത് ശരി. പഴുത്താന്ന് പറഞ്ഞാൽ ഈ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം പഴുപ്പുണ്ടെന്ന്. ഈ ലൈൻ ഡാർക്കായി തുടങ്ങി. അപ്പൊ പിന്നെ അല്ലാണ്ട് ഇങ്ങനെ കൊട്ടിയൊക്കെ അറിയാം. അപ്പൊ ഒരു വെള്ളത്തിന്റെ അംശത്തിലുണ്ട് കണ്ട. അപ്പൊ ഇത് എത്ര ദിവസം ആകുമ്പോഴാണ് ഇത് വിളയുന്നത്? ഇത് നമുക്ക് 60 ദിവസം കൊണ്ട് ഇത് വിളയും. അതായത് ഇതിന് കാലാവധി കണ്ട വെച്ചാൽ വെച്ച് പൊച്ച കേട്ടാ കണ്ട. അതാണ് എന്റെ വിള മൂപ്പിൻ്റെ. അപ്പൊ ഇവിടെ ഞാനിത് വീഡിയോയിൽ പോലും ആരും കാണിച്ചിട്ടില്ല. കണ്ട ഓറഞ്ച് കളർ. കൊള്ളാം, വെരി ഗുഡ്. പക്ഷെ ഈ സൈസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല ഇതാണ്. അതിന്റെ ഒരു ഓറഞ്ചാണത്. അപ്പൊ നമ്മള് അതിന്റെ മധുരം എങ്ങനെയാണെന്ന് നോക്കിയാ ഒന്ന് നോക്കട്ടെ, പറയാം. കൊള്ളാം. ഇതേ മറ്റുള്ള നമ്മള് തണ്ണിമത്തം തിരുമ്പോ നല്ല മധുരമാണ്. പക്ഷെ ഇത് അതല്ല, ഒരു പൊടി പോലെ നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റുള്ളതിനേക്കാളും വളരെ ടേസ്റ്റിയാണ്. കൊള്ളാം, നല്ല സാധനമാണ്. അതായത് ഇത് സോഫ്റ്റ് ആണ്. അതായത് മറ്റേ മാംസത്തിന് കട്ടിയുണ്ട്, ഇതിന് കട്ടി കുറവാണ്. നമുക്കൊരു അതായത് നമ്മുടെ ഈ പൊട്ടുകളിലേക്ക് കഴിക്കുമ്പോ ഒരു പ്രത്യേക പുട്ടിന്റെ ഒരു സ്വഭാവമില്ലേ, ആ ഒരു അത് ആ രീതിയാണ്. പുട്ട് പോലെ ഇരിക്കണം. അപ്പൊ ഇത് മാർക്കറ്റിൽ ഇതിന്റെ വില എങ്ങനെയാണ്? ഇത് മാർക്കറ്റ് വില കൂടുതലാണ്, സീഡിന്റെ വില കൂടുതലാണ്, വിളവ് കുറവാണ്. പക്ഷെ ഗുണം കൂടുതലാണ്, മധുരം കൂടുതലുണ്ട്. അത് ശരി. അപ്പൊ നമുക്ക് അടുത്ത വിശേഷങ്ങളിലൊക്കെ ഒന്ന് പോവാം. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളുള്ള? അടുത്ത കൃഷി ഏതാണ്? ഇനി നമ്മള് എന്താ കൃഷി വെച്ചാൽ ഓരോ സീസണും അനുസരിച്ചുള്ള കൃഷിയാണ്. ഇപ്പൊ വിഷു വരാൻ പോണ്. വിഷുവിന് കണിവെള്ളരിയും കണിമത്തനും അതിന് വേണ്ടി പ്രാധാന്യം കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറികൾ ഉണ്ടാവും. പക്ഷെ പ്രാധാന്യം കൊടുക്കുന്ന കൃഷി എന്ന് പറഞ്ഞാൽ കണിവെള്ളരിയും കണിമത്തനും. അപ്പൊ നമുക്കിനി അടുത്ത കണിവെള്ളരി കണ്ടാലോ? അപ്പൊ ഈ കണിവെള്ളരി കണ്ടാ, ഈ കാണുന്ന 1 ഏക്കർ സ്ഥലത്ത് നല്ല വിശദമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊന്നും നമുക്ക് ചോദിക്കാം. ഇത് എത്ര ദിവസമായി നട്ടിട്ട് എന്നാണ് ഇത് വിളവെടുക്കുന്നത്? നമ്മളിപ്പോ ഒരു 15 ദിവസം പ്രായമായ ആയിട്ടുണ്ട്. ഇപ്പൊ 15 ദിവസം ആയിട്ടുണ്ട് നട്ടിട്ട്. അപ്പൊ നമ്മുടെ പ്രത്യേകിച്ചില് ഇതിന്റെ വിളവെന്ന് പറയുന്നത് ഏപ്രിൽ മാസം 10-ാം തീയതി വിളവെടുക്കും. വിഷുവിന് കുറച്ച് മുമ്പായിട്ട് 4 ദിവസം മുമ്പ് നമ്മൾ വിളവെടുക്കും. അതാണ് നമ്മൾ സാധാരണ ചെയ്തു വരുന്നത്. അപ്പൊ അതിനുള്ള ഒരു രീതി നമ്മളിവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷുവിന് എല്ലാവർക്കും കണിവെള്ളരി എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ 4000-ഓളം വരുന്ന ചെടികളാണ് ഇവിടെ നട്ടിട്ടുള്ളത്. അപ്പൊ 4000 കണിവെള്ളരി ചെടികളുണ്ട് ഇവിടെ. അതുകൊണ്ട് അപ്പുറത്തോട്ട് മാറി കണിമത്തനും ഉണ്ട്.
അപ്പൊ എന്തായാലും ഏപ്രിൽ ഒരു 10-ാം തീയതിക്ക് ശേഷം വിളവെടുക്കും. ഇപ്പൊ നമ്മൾ സാധാരണ 10-ാം തീയതി എല്ലാ വർഷവും എടുക്കാറുള്ളത്. അപ്പൊ ഇത്തവണയും വിളവെല്ലാം കൃത്യമാണ്, കാലാവസ്ഥയിൽ അനുകൂലമാണെങ്കിൽ 10-ാം തീയതി കൂടി നമ്മൾ വിളവെടുക്കും. ഈ പട്ടുചീരയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ സുനിലെ. ഇത് നമ്മുടെ വാത്താങ്കര ചീര, അതായത് തൈ നട്ട് കഴിഞ്ഞാൽ 20 ദിവസം തൊട്ട് വിളവെടുക്കാം. ഇപ്പൊ 25 ദിവസം ആയതാണ്, അതിന്റെ പൊക്കായിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ ഇപ്പോൾ സുലഭമായി ലഭിക്കുന്ന ഒരു ഇനമാണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പൊ വിഷുവിന് കണിവെള്ളരി ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ കണിമത്തനും ഉണ്ട്. അപ്പൊ ഇത് ഏത് വെറൈറ്റിയാണ്, അപ്പൊ ഇതെങ്ങനെയാണ്, അതിന്റെ ഒരു വിശേഷം കൂടി ഒന്ന് പറഞ്ഞു. കണിമത്തൻ എന്ന് പറഞ്ഞാലേ നമ്മള് മാർക്കറ്റിൽ ഇപ്പൊ വിഷുവിന് ഒരു നിർബന്ധമായി വന്നിരിക്കുകയാണ് കണിമത്തൻ. അതുപോലെ അമ്പിളിമത്തൻ. നമ്മള് പറയുമ്പോ അത് മൈസൂർ മത്തൻ എന്ന് പറയും. മൈസൂറാണ് ഇത് പ്രധാനമായിട്ടും ഉള്ളത്. ഇത് എന്തായാലും 1 കിലോ താഴെ നിൽക്കണം. ഒരുപാട് ഓവർ മുഴുപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റില്ല. അപ്പൊ നമ്മൾ അതനുസരിച്ചാണ് ഇത് ഒരെണ്ണത്തിന്റെ വിലയാണോ അതോ തൂക്കത്തിനാണോ? നമ്മൾ തൂക്കത്തിനാണ് കൊടുക്കുന്നത്. പക്ഷെ മാർക്കറ്റിൽ കൊടുക്കുന്നതെല്ലാം ഒരെണ്ണത്തിന്. ഇപ്പൊ നമ്മുടെ അടുത്തുനിന്ന് 1 കിലോയ്ക്ക് 30 രൂപ നമുക്ക് വില കിട്ടുമെങ്കിൽ മാർക്കറ്റ് അത് ഒരെണ്ണം ആകുമ്പോ 50-100 രൂപ വാങ്ങും. അപ്പൊ വില അത് കാരണം വിഷുവിന്റെ പ്രത്യേകിച്ച് എന്ത് കിട്ടിയാലും കണി വെക്കണമല്ലോ, അത് വില നോക്കത്തില്ല ആൾക്കാർ. അപ്പൊ അതാണ് ഇപ്പൊ നമ്മളിത് 20 ദിവസത്തോളം പ്രായമായ തൈകളാണിത്. 20 ദിവസമായി. അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ ഏപ്രിൽ 10-ന് തന്നെ ഇതും വിളവെടുക്കും. അതാണ് ഈ കണിമത്തന്റെ പ്രത്യേകത. വിഷുവിന് ഈ രണ്ടും പ്രധാന ഘടകമായി മാറിയിരിക്കും ഇപ്പം. അപ്പൊ ഇത്രയും നേരം നമുക്ക് തണ്ണിമത്തന്റെ വിശേഷങ്ങൾ പറഞ്ഞ്, ചീരയുടെ വിശേഷങ്ങൾ പറഞ്ഞു, കണിവെള്ളരിയുടെ വിശേഷങ്ങൾ പറഞ്ഞു, കണിമത്തന്റെ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച സുനിലിന് പ്രത്യേക നന്ദി. അപ്പൊ ഇത്രയും നേരം നമ്മൾ സുനിലിന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങളാണ് കണ്ടത്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.